ഫ്ലാഷ് ബാക്കില് നിങ്ങളുടെ രണ്ടുപേരുടെയും കുട്ടിക്കാലമൊക്കെ കണ്ടായിരുന്നല്ലോ. അത് പക്ഷെ വേറെ വേറെ കുട്ടിക്കാലല്ലേ, ഒരുമിച്ചുള്ള കുട്ടിക്കാലല്ല. ഒരുമിച്ചല്ല വേറെ വേറെ. അയ്യോ, ആ കൊച്ചു മഞ്ജു ചേച്ചിയുടെ കൊച്ചുകുട്ടിയെ കണ്ടാല് മഞ്ജു ചേച്ചി ആണെന്നേ പറയത്തുള്ളൂ. മറ്റേ കൊച്ചു പൊട്ടൊക്കെ തൊട്ട് രണ്ട് ബാലക വെച്ചിട്ട് അവരെ മീറ്റ് ചെയ്തായിരുന്നോ? യെസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സിനിമയിലും എന്റെ കുട്ടിക്കാലം അഭിനയിച്ചിരിക്കുന്നത് ആ കുട്ടിയാണ്. മറക്കു വരെ ഉണ്ട് അതേപോലെ. അയ്യോ, നേഹ എന്നാണ് കുട്ടിയുടെ പേര്. ബാംഗ്ലൂർ. അപ്പൊ ഞങ്ങള് ഓഡിഷൻ ചെയ്യുമ്പോൾ ഈ കുട്ടിയുടെ ഓഡിഷൻ ചെയ്യുമ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഭയങ്കര, ഷീ വാസ് എ പെർഫോമർ റൈറ്റ് ദയർ. അപ്പം ഭയങ്കര സിമ്പിൾ ആണ് ആൻഡ് സ്ട്രേറ്റ്. സോ അങ്ങനെ ഒരു കൊച്ചാണ് അത് സംസാരിക്കുന്നത് നമുക്ക് തോന്നില്ല. ഭയങ്കര മെച്യൂർഡാണ്. ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒരു മെച്യൂരിറ്റിയാണ് ആ കുട്ടി. ആ പാട്ട് കണ്ടാൽ അറിയാം, ഒരു ചാരു കസേരയിൽ ഇങ്ങനെ ശൂന്യതയിലേക്ക് നോക്കി കിടക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതിനെ കുറിച്ച് ആഷിഖും ഷ്യാമും ഒക്കെ പറഞ്ഞിട്ട് അത്ഭുതമായിരുന്നു എല്ലാവർക്കും. അങ്ങനെ അത്രയും ഒരു ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ഒരു സീൻ ചെയ്യുമ്പോഴാണ് അപ്പം ഭയങ്കരമായ കൺഫ്യൂഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരൊറ്റ വലിയ ഒരു ക്രെയിൻ ഷോട്ടാണ്. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട് ലുക്ക് എവിടെ കൊടുക്കണം, നമ്മൾ ഇപ്പൊ ക്രെയിൻ മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ക്യാമറയുടെ സൈഡിൽ കൊടുക്കണോ അതല്ലെങ്കിൽ വേറെ സ്റ്റാറ്റിക് ലുക്ക് കൊടുക്കണോ. അപ്പൊ ഇവളിങ്ങനെ നോക്കുന്നുണ്ട്, എല്ലാവരും എന്തൊക്കെയോ കൺഫ്യൂഷൻ. അപ്പൊ ലാസ്റ്റ് അവരെന്തൊക്കെയോ തീരുമാനിച്ച് അപ്പൊ ഇവളോടെ എടുക്കാം. അപ്പൊ ഞാൻ എവിടെ നോക്കണം, കാര്യം പറ, എനിക്കിവിടെ പണിയെടുക്കാനുള്ളത്. ഷീ ഈസ് വെരി ക്ലിയർ. ഞാൻ ചോദിച്ചു, മഞ്ജു ചേച്ചിയുടെ നല്ല ലുക്കാട്ടോ എല്ലാരും പറയാറുണ്ട്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടാ, നമ്മൾ അങ്ങനെയാണല്ലോ കുട്ടികളോട് സംസാരിക്കുക. പക്ഷെ തിരിച്ചവള് പറയണത് ഭയങ്കര, അത് അന്ന് ഞാൻ പറയുന്നത് പോലെ ഇച്ചിരി അഹങ്കാരത്തിൽ, അങ്ങനെ അഹങ്കാരം ഒന്നുമല്ല കേട്ടോ, ഭയങ്കര നോർമലായിട്ട് അവള് പറയണം. ഞാൻ അപ്പൊ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്, അഭിനയിച്ചിട്ട് നല്ല രസമുണ്ടോ, സ്കൂളിൽ പോണേനേക്കാളും എളുപ്പാ. സച്ച് ആൻ ഓണസ്റ്റ് ആൻസർ. ഞാൻ കൊച്ചായിരുന്നപ്പോ ഞാനിങ്ങനെ പറയത്തില്ലായിരുന്നു. ഞാൻ റിമയുടെ കുട്ടിക്കാലം